നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ FC ബാഴ്സലോണ സുപ്രധാനമായ നീക്കങ്ങൾ നടത്തും എന്നുള്ള റിപ്പോർട്ടുകളാണല്ലോ പുറത്തേക്ക് വരുന്നത്. 2 താരങ്ങളുടെ കാര്യത്തിലാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഹുലിൻ ആൽവാരസും മറ്റൊന്ന് ബസ്റ്റോണിയുമാണ്. ബസ്റ്റോണിയുടെ കാര്യത്തിൽ ബസ്റ്റോണിക്ക് ബാഴ്സലോണയിൽ എത്താൻ താല്പര്യമുണ്ട്. അതിനെല്ലാം ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. താരത്തെ എത്തിക്കാൻ ബാഴ്സക്കും വലിയ താല്പര്യമുണ്ട്. കാര്യങ്ങൾ അതിദ്രുതം നീങ്ങുമെന്നാണ് കാറ്റലൻ മാധ്യമമായിട്ടുള്ള മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നത്. മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ബാഴ്സലോണ ടീമിൽ ജോയിൻ ചെയ്യാൻ ബസ്റ്റോണിക്ക് താല്പര്യമുണ്ട്. ബസ്റ്റോണി ലവ്സ് ബാഴ്സ ആൻഡ് ഫ്ലിക്സ് പ്രോജക്റ്റ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സിംഗിൾ മാച്ച് പോലും ബാഴ്സലോണയുടെ മത്സരങ്ങൾ മിസ് ചെയ്യാതെ കാണാറുണ്ട്. മാത്രമല്ല ബാഴ്സലോണ സിറ്റിയെ അദ്ദേഹം അത്രയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പ്രീമിയർ ലീഗിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യക്കാരുണ്ട്, താല്പര്യമുണ്ട്, ലിവർപൂള് പോലെയുള്ള ക്ലബ്ബുകൾ. പക്ഷേ ബസ്റ്റോണിക്ക് ആകെ താല്പര്യം ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫാക്റ്റ് ഇഫ് ഹി ഡസ് നോട്ട് ജോയിൻ ബാഴ്സ ഹി വിൽ സ്റ്റേ അറ്റ് ഇൻ്റർ മിലാൻ. ബാഴ്സലോണയിലേക്ക് അദ്ദേഹത്തിന് ഈ സമ്മറിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ഇൻ്റർ മിലാനിൽ തന്നെ തുടരും എന്നുകൂടി മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബസ്റ്റോണി ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോസിബിളായ കാര്യങ്ങളൊക്കെ ചെയ്യും. ബാഴ്സലോണയുമായിട്ട് അദ്ദേഹത്തിന് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താൻ കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഇൻ്റർ മിലാനുമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ലെസ് ദാൻ 70 to 80 മില്യൺ, അതാണ് അവർ ആവശ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന തുക. അതാണ് 70 മുതൽ 80 മില്യൺ യൂറോയാണ്. അപ്പോൾ അതിനേക്കാൾ ചെറിയൊരു തുകക്ക് തനിക്ക് ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഇൻ്റർ മിലാനുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെടും എന്നുകൂടി മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും താരത്തിനും കൂടി താല്പര്യമുള്ള സ്ഥിതിക്ക് ബാഴ്സലോണ അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.